ജില്ലയിൽ രാവിലെ മുതലുണ്ടായ ശക്തമായ മഴയിലാണ് പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകിയത്. കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിൽ അവശേഷിച്ച ഇളകിയ മണ്ണ് ഒഴുകി വന്നെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിഗമനം. പുന്നപ്പുഴ നവീകരണത്തിനായി പുഴയുടെ ഇരുകരകളിലും കൂട്ടിയിട്ട മണ്ണ് വീണ്ടും പുഴയിലേക്ക് തന്നെ പതിച്ചു. അട്ടമല ഭാഗത്തേക്കടക്കം പുഴ ഗതിമാറി ഒഴുകി. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് തൊഴിലാളികളെ പാലത്തിന് ഇക്കരെ എത്തിച്ചത്. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കണമെന്നും സർക്കാർ തന്നിരുന്ന 300 രൂപ ധനസഹായം പോലും ലഭിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ പാലം കടന്നിട്ടല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. താമസിക്കുന്ന ഇവിടെയാണ്. ഞങ്ങൾക്ക് വാടക ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ 9,000 ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരുന്നില്ല. ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങൾ സേഫ്റ്റിയാണ്. ഞങ്ങൾ എല്ലാവരും വാടകയ്ക്ക് പോയി. പക്ഷെ സർക്കാർ ഇപ്പൊ ഞങ്ങൾക്ക് വാടകയും തരുന്നില്ല, 9,000 തരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പോണ പ്രശ്നമില്ല. മാറുന്ന പ്രശ്നമില്ല ഇവിടെ. അത് എന്ത് വന്നാലും പറ്റില്ല. ഗതിമാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചുരൽമലയില്. നമ്മുടെ മത്തായി സാർ വന്ന് കുറ്റിയടിച്ചതിന്റെ പുറം കൂടിയാണ് ഇപ്പോൾ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സേഫാണെന്ന് പറഞ്ഞ കുറേ ആളുകൾ ഇപ്പോൾ സേഫൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ആളുകളെ മരണത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെല്ലാവരും കൂടിയിട്ട്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചുരൽമല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലം സന്ദർശിക്കാനെത്തിയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളെയും വില്ലേജ് ഓഫീസറെയും നാട്ടുകാർ തടഞ്ഞു. ശാസ്ത്രജ്ഞൻ ജോൺ മത്തായി രേഖപ്പെടുത്തിയ സുരക്ഷിത ഇടങ്ങൾ ഒന്നുകൂടി പരിശോധിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ വനമേഖലയിൽ 100 മില്ലിമീറ്റർ മഴ പെയ്തതായാണ് വിവരം. നിലവിൽ ചൂരൽമലയിൽ ശക്തമായ മഴ തുടരുകയാണ്. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.